ഹലോ ആൻഡ് ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് ഡേ 2 ഇൻ ബുഡാപെസ്റ്റ്. സോ ഞങ്ങൾ രാവിലെ കാലത്തൊക്കെ എഴുന്നേറ്റ് ഞാൻ രാവിലെ തന്നെ കുളിച്ചു. കാരണം എൻ്റെ ഹെയർ ഇത്തിരി മെസ്ഡപ്പ് ആയിട്ടുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ ഹെയർ വാഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. സോ ഇന്നലെ നമ്മൾ കഴിച്ചതാണ്. ഇന്നലെ എപ്പോഴാണ് ഒരു 5-6 മണിക്കെന്തോ കഴിച്ചതാണ്. സോ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചു കേട്ടോ. ഫ്രൂട്ട്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. സോ രാവിലെ ഇപ്പോൾ സമയം 9:30-9:45. സോ നന്നായി വിശക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ മിററിൽ കാണിക്കാം. ബാക്കിലെ മെസ്സ് ഇഗ്നോർ ചെയ്യൂ. അങ്ങനെ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, ഞങ്ങൾക്ക് രാവിലെ ബ്രഞ്ച് എന്തായാലും വേണമായിരുന്നു. സോ ഞങ്ങൾ ഒരു ബ്രഞ്ച് സ്പോട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കപ്തഫ എന്നാണ് ആ ബ്രഞ്ച് സ്പോട്ടിൻ്റെ പേര്. സോ ഉള്ളിൽ കയറിയപ്പോൾ നല്ല എസ്തെറ്റിക്, നല്ലൊരു ഒരു ടിപ്പിക്കൽ ബ്രഞ്ച് സ്പോട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി ഞങ്ങളെല്ലാവരും ഇതെല്ലാം ഡിഷസ് എല്ലാം ഓർഡർ ചെയ്തു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളുടെ എല്ലാം ഫുഡ് വന്നു. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫുഡ് എറ്റിക്വറ്റ്സ് പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം എന്നെയാണ്. അതായത് നമുക്ക് ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ചിലപ്പം നമ്മൾ നോർമലി മെസ്സി ആയിട്ട് നമ്മുടെ കംഫർട്ട് സോണിൽ കഴിക്കുന്ന പോലെ നമുക്ക് അങ്ങനെ ഒരു പബ്ലിക് സ്പേസിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഫോർക്കും നൈഫൊക്കെ വെച്ച് മുറിച്ച് അതിനെ പകുതിയാക്കി അങ്ങനെയൊക്കെ കഴിക്കാൻ നോക്കുകയാണ്. ബട്ട് യാ, ഇറ്റ് ഷുഡ് ബി ഡൺ ലൈക്ക് ദാറ്റ്. എൻ്റെ കഴിപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വിശപ്പുണ്ടായിരുന്നു കാലത്ത് മുതലേ എന്നുള്ളത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും നന്നായി വിശക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നന്നായി ഫുഡ് അടിച്ചു. ഞങ്ങൾ നല്ല വയറ് നിറച്ച് നല്ല എസ്തെറ്റിക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഞങ്ങളൊരു സ്പോട്ടിലേക്ക് വരികയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ഐറ്റിനറി ഓഫ് ദ ഡേ, ഹൗസ് ഓഫ് ടെറർ. അങ്ങനെ ഹൗസ് ഓഫ് ടെററിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ ഞങ്ങൾക്ക് ഫോൺസൊക്കെ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ, പക്ഷേ പിക്ചേഴ്സൊന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാര്യമായിട്ടൊന്നും എടുത്തൊന്നുമില്ല. സോ ബേസിക്കലി ഹൗസ് ഓഫ് ടെററിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, പണ്ട് ബുഡാപെസ്റ്റിൽ ഈ ആരോ ക്രോസ്ഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പാർട്ടിക്കാരെങ്ങനെയാണ് ഈ ജ്യൂസിനെ ടോർച്ചർ ചെയ്തിരുന്നു, ഇൻട്രോഗേറ്റ് അവരെ ജയിലിൽ ജയിലിലൊക്കെയാണ് തടവിലാക്കിയതും, അങ്ങനത്തെ പല ടൈപ്സ് ജയിലുകളും. ശരിക്കും പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഡിസ്റ്റർബിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ വി ഫീൽ ലൈക്ക് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഫോർ ദോസ് ഹു ഹാഡ് ഗോൺ ത്രൂ സച്ച് ടൈംസ്. പണ്ടത്തെ കാലങ്ങളിൽ എങ്ങനെയാണ് അവർ ഇത്രയും ടോർച്ചറൊക്കെ അനുഭവിച്ചതെന്നൊക്കെ നമുക്കൊരു ഭയങ്കര ഡിസ്റ്റർബിങ് എക്സ്പീരിയൻസ്. ഇവിടുത്തെ ബുഡാപെസ്റ്റിൻ്റെ പാർലമെൻറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. സോ എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് റിയലി, ഇവിടെ വന്നങ്ങോട്ട് ഇറങ്ങിയപ്പം ഇറ്റ് ലുക്സ് ഒരു വേറെ ബുഡാപെസ്റ്റിലേക്ക് എത്തിയ പോലത്തെ ഒരു ഫീൽ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്നപ്പോഴാട്ടോ. ആക്ച്വലി ഒരു ബ്രൈറ്റ് അല്ലെങ്കിൽ ഒരു സണ്ണി ഡേ എത്രത്തോളം ഒരു സ്ഥലത്തിന് ലിഫ്റ്റ് അപ്പ് ചെയ്യുമെന്ന് നമുക്ക് അറിയാമല്ലോ. നമുക്ക് ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു വെതറിൽ സ്ഥലം കാണുന്നതും ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ദിവസം കാണുന്നതും ഇറ്റ്സ് ഡിഫറെൻറ്റ്. സോ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ആണ്. സോ ഇന്ന് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് ദ സ്കൈ ഈസ് ബ്ലൂ ആൻഡ് നോട്ട് ഗ്രേ ലൈക്ക് യെസ്റ്റർഡേ. ഇന്ന് കുറച്ചും കൂടി ക്ലിയർ സ്കൈ ആൻഡ് ദ പ്ലേസിൻ്റെ ഭംഗി ഇപ്പോൾ ആക്ച്വലി വി ക്യാൻ എൻജോയ് ദിസ് പ്ലേസ് ബ്യൂട്ടി. അങ്ങനെ പാർലമെൻറ്റൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ എല്ലാവർക്കും കുറച്ച് ദാഹിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ഇവിടെ ഒരു ബബിൾ ടീ ഒരു കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് എല്ലാവരും ബബിൾ ടീ ഓർഡർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. സോ ദിസ് ഷൂസ് ബൈ ദ ഡാനിബി റിവർ, ഈ ഒരു ഷൂസ് ഈ റിവർ സൈഡിൽ വെച്ചിരിക്കുന്നതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. കാരണം പണ്ട് വേൾഡ് വാർ 2 സമയത്ത് ജ്യൂസിനെ ഈ റിവർ സൈഡിൽ
ലൈനപ്പ് ചെയ്ത് നിർത്തിയിട്ട് വെടിവെക്കുന്നതിന് മുന്നേ ദേ ഹാവ് ടു അവരുടെ ഷൂസ് ഊരിയിട്ട് വെച്ചിട്ട് ആയിരുന്നു ഇവരെ വെടിവെക്കുന്നത്. സോ പണ്ടത്തെ അവരുടെ മെമ്മോറിയലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഷൂസ് ഇപ്പോഴും അവിടെ റിവർ സൈഡിൽ വെച്ചിട്ട് തന്നെ ഉള്ളത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ ഫിഷർമാൻ ബാസ്റ്റ്യൻ ചർച്ചിലേക്കാണ് ഞങ്ങൾ നെക്സ്റ്റ് പോകുന്നത്. ഇത് ഒരു വളരെ ബ്യൂട്ടിഫുൾ സ്ഥലത്തേക്കാണ് എത്താൻ പോകുന്നത് ഗായ്സ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാലൊക്കെ. അപ്പോൾ ഫിഷർമാൻ ബാസ്റ്റ്യൻ ചർച്ചിലോട്ട് പോകുന്ന വഴിക്കാണ് ഈ ഒരു ട്രാം ലൈൻ ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മെല്ലെ അവിടെ നിന്ന് ഒരു ട്രാം ആ മോളിൽ നിന്ന് താഴോട്ട് വരുന്നുണ്ട്. സോ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റൈഡ് എടുക്കാം ആ ട്രാം ലൈൻ യൂസ് ചെയ്തിട്ട്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തും. ഈ ഫിഷർമാൻ ബാസ്റ്റ്യൻ ചർച്ച് ടോപ്പിലാണ്. അപ്പോൾ ഞങ്ങളിപ്പം ആ ട്രാം ലൈൻ യൂസ് ചെയ്തിട്ടൊന്നുമല്ല, ഞങ്ങൾ ജസ്റ്റ് നടന്നിട്ടാണ് ഞങ്ങൾ നടന്നിട്ടാണ് ഞങ്ങൾ ടോപ്പിലെത്തിയത് ഫൈനലി. അങ്ങനെ ബുഡാപെസ്റ്റിലൊരു വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഐറ്റിനറിയാണ് ഈ ഫിഷർമാൻ ബാസ്റ്റ്യൻ ചർച്ച്. കാരണം ഈ ഫിഷർമാൻ ബാസ്റ്റ്യൻ എന്ന് പറയുന്നതാണ് ആ കാണുന്ന ആർച്ച് പോലത്തെ ആ ഒരു കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സംഭവം. അവിടെ നിന്ന് ആ ഒരു ആർച്ചിലൂടെ ബുഡാപെസ്റ്റിൻ്റെ ഒരു വ്യൂ ഉണ്ട് അപ്പുറത്തെ സൈഡിലേക്കുള്ള. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആ ഒരു എസ്പെഷ്യലി ഞങ്ങൾ പോയത് ഗോൾഡൻ അവർ എന്ന് വെച്ചാൽ നമ്മൾ സന്ധ്യ സമയത്താണ് പോയത്. അപ്പം നല്ല ഇളം ആ ഗോൾഡൻ അവറിലെ ആ ഒരു സൺലൈറ്റും പിന്നെ ആ ഒരു വ്യൂവും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അത് ഞാൻ എൻ്റെ വീഡിയോ കാണിച്ചു തരാം. സോ ഐ തിങ്ക് I have captured that beauty, but not as real as my eyes. സോ അവിടെ നിൽക്കുന്നൊരു ഫോട്ടോ വളരെ മാൻഡേറ്ററി ആയതുകൊണ്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. അവിടെ കുറച്ച് ടൈം ഞങ്ങൾ അത്യാവശ്യം സ്പെൻഡും ചെയ്തു. ഇത് കണ്ടോ, ഇത് അവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പൈപ്പാണ്. ഇതങ്ങനെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. സോ പലരും ഇവിടുന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. സോ എനിക്ക് തോന്നുന്നു വല്ല അരുവിയിൽ നിന്ന് നല്ല പ്യുവർ വാട്ടർ വരുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾക്ക് വെള്ളം തയ്ച്ചിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള വെള്ളവും കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് വെള്ളം കുടിച്ചു. അങ്ങനെ ഞങ്ങൾ ക്യാസിലൊക്കെ കണ്ട് കുറേ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചെറുതായി തണുപ്പൊക്കെ സ്റ്റാർട്ടായി. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഷോപ്പിങ്. ഞാൻ ഷോപ്പ് ചെയ്യുന്നൊന്നും ഇല്ല, ബട്ട് ഫ്രണ്ട്സിനൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ H&M ഒന്ന് കയറാൻ പോകാമെന്ന്. ഞങ്ങൾ ഒരു ചേഞ്ചിന് എപ്പോഴും ഞങ്ങൾ എവിടെ പോയാലും ഷോപ്പിംഗ് എന്നുള്ളൊരു സാധനം ഷോപ്പ് ചെയ്തില്ലെങ്കിലും കുറച്ച് കടയിൽ കയറി കുറച്ച് ഡ്രസ്സസൊക്കെ നോക്കി ഒന്നും പറ്റാണ്ടാവുമ്പോൾ ഒരു തിരിച്ചു പോക്ക്. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കുക, അല്ലെങ്കിൽ ഒന്നും മേടിച്ചില്ലെങ്കിലും ഒരു ഷോപ്പിംഗ് നിർബന്ധം. വിൻഡോ ഷോപ്പിംഗ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ ഇവിടെ അടുത്തൊരു വലിയ മോളുണ്ടായിരുന്നു, മീഡിയ മാർക്കറ്റിൻ്റെ. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ മോളിൽ പോയി ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, ഫുഡ് അടിച്ചു. പക്ഷേ കാരണം എല്ലാവർക്കും നന്നായി വിശക്കുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് റൂയിൻ ബാർസ് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടിട്ടുണ്ട്. സോ റൂയിൻ ബാർസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു അവിടുത്തെ ഒരു ഫേമസ് റൂയിൻ ബാറിൽ കയറി. ഈ റൂയിൻ ബാർസിന് ഒരു ഹിസ്റ്ററി ഉണ്ട്.
ഈ പണ്ട് ബൂഡാപെസ്റ്റിൽ ഏർലി 20s ചെറുപ്പക്കാർക്ക് ഇങ്ങനെ പൈസ ഒന്നും ചിലവാക്കാതെ ഇങ്ങനെ ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ അബാൻഡൻഡ് ആയിട്ടുള്ള, അതായത് ഉപേക്ഷിച്ച ബിൽഡിങ്സും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് ഇവർ പാർട്ടി ചെയ്യുക. അങ്ങനെ ആ ഒരു ഇത് ഹിസ്റ്ററി ക്യാരി ഓൺ ചെയ്തിട്ട് മെല്ലെ മെല്ലെ അങ്ങനത്തെ പഴയ ബിൽഡിങ്സൊക്കെ ആ പഴമ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ലൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് ഓൾഡ് ഫർണിച്ചേഴ്സും പഴയ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ബാർസ് ആണ് ബുഡാപെസ്റ്റിലെ ഈ റൂയിൻ ബാർസ് എന്ന് പറയുന്നത്. അങ്ങനെ റൂയിൻ ബാറിൽ അത്യാവശ്യം ഞങ്ങൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് വൈബൊക്കെ ചെയ്ത് ഡാൻസും വൈബിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മെല്ലെ തിരിച്ച് ഞങ്ങളുടെ റൂമിലോട്ട് പോയി. എനിക്ക് ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഐ വാസ് ടു ടയേർഡ്. സോ ഇത്ര ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ബുഡാപെസ്റ്റിലെ സെക്കൻഡ് ഡേ ഐറ്റിനറി. ഹോപ്പ് യു എൻജോയ്.